ഈ അടുത്തൊരു സമ്മേളനത്തിൽ ഒരു UDF നേതാവിനോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. നിങ്ങൾ ഈ പറയുന്ന പോലെ ഇന്ദിരാ ഗ്യാരണ്ടി ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പ്രൈവറ്റ് KSRTC പൂട്ടി പോകത്തില്ലേ, KSRTCക്ക് നഷ്ടം വരത്തില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിത് കർണാടകത്തിൽ ശക്തി സ്കീം ഞങ്ങൾ ഇതാക്കിയതാണ്, ഇംപ്ലിമെന്റ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മതി, ഞങ്ങൾക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടെന്ന്. ഇന്ദിരാ ഗ്യാരണ്ടി ഞങ്ങൾ പ്രഖ്യാപിച്ച സ്ഥലം ഒന്ന് കർണാടക, നടപ്പിലാക്കി. അവിടെ തെലങ്കാന പ്രഖ്യാപിച്ചു, നടപ്പിലാക്കി. ഹിമാചൽ പ്രദേശ് പറഞ്ഞു, നടപ്പിലാക്കി. എന്റെ പ്രിയ എന്ത് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഈ ഉള്ളം കയ്യിൽ ലോകമുണ്ട്, നമുക്ക് അത് എന്ത് വേണേലും ഇപ്പൊ നോക്കാനുള്ളൊരു ഇത് നമുക്കിപ്പോൾ ഉണ്ട്. അപ്പൊ നമുക്ക് കർണാടകത്തിലെ അവസ്ഥ നമുക്ക് നോക്കാം. കർണാടകയിൽ ഈ ഒരു സംഭവം വന്നതിന് ശേഷം 5900 കോടിയാണ് കടം വന്നിട്ടുള്ളത്. അതും പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലായിട്ട്. മാത്രമല്ല ഈ ശക്തി സ്കീമിന്റെ പേരിൽ 25% ആൾക്കാർ, അന്നേരം സ്ത്രീകൾ ബസ് ഉപയോഗിക്കുകയും ലോക്കൽ റൂട്ടിൽ പുതിയ ബസ് ഇടുകയും ചെയ്യേണ്ടി വന്നു. അതും 4, 5, 6 ഡെയിലി യൂസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രം. അപ്പോഴും അതവിടെ കൂടി. ഇതേ തുടർന്ന് പ്രൈവറ്റ് ബസ്സുകാർ അവിടെ നിർത്തേണ്ടിയും കാര്യം വന്നു. മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് ഒരു ഭാര്യയും ഭർത്താവും യാത്ര ചെയ്യുമ്പോൾ ഭാര്യയ്ക്ക് സൗജന്യവും ഭർത്താവിന് 2 ഇരട്ടി പൈസ കൊടുക്കേണ്ട ആവശ്യം വന്നു. മാത്രമല്ല 15% KSRTCയുടെ ഫെയർ, ബസ് ഫെയർ കൂട്ടുകയും ചെയ്തു. ഇത് മാത്രമല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഓട്ടോറിക്ഷക്കാർ എത്രയാ 20 to 40% വരെ അവർക്ക് അവരുടെ ഇത് നഷ്ടമായി. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം നഷ്ടമായി. 5300 കോടിയോളം ഇവർക്ക് ഒരു വർഷം കടമുണ്ട് KSRTC മാത്രമായിട്ട്. മാത്രമല്ല 4500 കോടി രൂപ സ്റ്റാഫിന് കൊടുക്കാൻ പെൻഡിങ് ആണ്. ഇനി സാധാരണക്കാരുടെ പ്രൈവറ്റ് ബസ്സുകാർ, സംരംഭക്കാരൻ ഇത് നോക്കാം. നമുക്ക് ഏകദേശം 100ഓളം ബസ്സുകൾ പൂട്ടിപ്പോയി കർണാടകയിൽ. സാധാരണക്കാരൻ ബസ് മേടിച്ച് നടത്തുന്ന 100ഓളം ബസ്സുകൾ പൂട്ടിപ്പോയി. മാത്രമല്ല ഈ 15% ഹൈക്ക് എന്ന് പറയുകയാണെങ്കിൽ ഒറ്റയടിക്കാണ് ഹൈക്ക് വന്നത്. ഇത് അവിടുത്തെ ആൾക്കാരുടെ ഒരാണിന്റെ ഒരു ജോലിയുള്ള ഒരു സാധാരണക്കാരൻ മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒരു പുരുഷന് താങ്ങാനും അപ്പുറമാണ്. ഇതേ തുടർന്ന് മദ്യത്തിന്റെ വില, ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വില വരെ അവർ ഉയർത്തുകയുണ്ടായി. ഇലക്ട്രിക് സ്കൂട്ടർ വില ഏകദേശം 10%, മിനിമം സ്കൂട്ടറിന് പോലും 10% വില ഇവർ കൂട്ടുകയും ചെയ്തു.